വിവാദ വളരെ മനപ്രയാസം അക്കാര്യത്തിലുണ്ട്. എന്നെ ഒറ്റതിരിച്ചാക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല. അയാൾ 2007 ആലപ്പുഴക്കാരനൊരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ 2007 ശബരിമല വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ആളായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാന് ഇങ്ങനെ ഇതിപ്പോ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല എഫ്ഐആറിനകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും 2007 ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത്. ശബരിമലയിലെ എന്താ പറഞ്ഞേ, കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ശബരിമല വരുന്ന 2007 മുമ്പ് എവിടെയായിരുന്നു? അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട്. ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഇയാൾ ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത്. അവിടെ തന്ത്രമാർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തില്. നിങ്ങളുടെ പങ്കല്ലല്ലോ എന്റെ പങ്ക്. നിങ്ങളുടെ പങ്കല്ല എന്റെ പങ്ക്. അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ആലപ്പുഴക്കാരനൊരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. അല്ല, അതെ, അതാണ് അവിടെ അന്ന് ആരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം. ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പൊ വെളി വരുമ്പോ ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ പത്മകുമാറാണ് മുഴുവൻ. അങ്ങനെ ആക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാം മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ രുദ്രാക്ഷമാലയുടെയും യോഗദണ്ഡിന്റെ കാര്യത്തിൽ ഈ അവിടെ വെച്ച് പണിത ആള് പറയുന്നു, അവിടെ വെച്ചാണ് പറയുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ വാർത്തയാകുന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ വിഷയങ്ങളും അല്ല, എല്ലാം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അതൊക്കെ വരണമല്ലോ. അതിപ്പോ എന്റെ മകനെ കരാർ ഏൽപ്പിച്ചു. അവൻ കരാറ് പണിക്കാരനല്ല. അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് വൃത്തിയാക്കി കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത ആള് കോഴഞ്ചേരി തന്നെ ഉണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ്, ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോ സ്വർണ്ണ ദണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോ വേറെ ആള്, അപ്പൊ ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് പത്മകുമാർ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ ഒറ്റതിരിച്ച് ആക്രമിക്കുക. ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്നാരും ധരിക്കേണ്ട, ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എന്റെ ഒരു മാനസികാവസ്ഥ, എന്റെ മുഖഭാവവും അല്ലല്ലോ, നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം, മാധ്യമങ്ങൾ എന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബോർഡ് ഒരു തീരുമാനമെടുക്കും, അതേപടി നടപ്പാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ എന്ന് ആവർത്തിച്ചുറപ്പാക്കാനുള്ള ബാധ്യത കൂടി ഭരണസമിതിക്കില്ലേ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡില്ലേ? നോക്കട്ടെ എവിടൊക്കെയാ വിഷവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എവിടൊക്കെയാ വിഷവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാമോ. എന്തുകൊണ്ടാണ് ഈ കട്ടിളപ്പടി ചെയ്യുന്നതെന്ന് രേഖപ്പെടുത്തിയിരുന്നത്? എവിടെ രേഖപ്പെടുത്തി? അത് അവരോട് ചോദിക്കണം, ഉദ്യോഗസ്ഥർ. ഉദ്യോഗസ്ഥർ കൂടുതൽ ഇപ്പൊ പത്മകുമാറിനെ ഇരയാക്കാൻ നോക്കുകയാണ് അന്നത്തെ ചില ആളുകൾ ചെയ്ത കാര്യത്തിന്. ഇപ്പൊ കാരണം ഇപ്പൊ ഇത് തുടങ്ങുന്ന 2025 പ്രശ്നത്തിലാണ്. ഈ നിലവിലെ ദേവസ്വം പ്രസിഡന്റിന് ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷെ എല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം 2019 മാത്രമാണ് പ്രശ്നം നടന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. എല്ലാം 19 എഫ്ഐആറുകളൊക്കെ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രം 1950 അതിനു മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം 2019 ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്ന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം കൂടെ പത്മകുമാറിന്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ.
ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാ 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പറയുന്ന ഒരു കാര്യം, ഈ രുദ്രാക്ഷമാലയും യോഗ രണ്ടും അന്ന് ഈ സ്വർണ്ണം പൂശാനെ കൊടുക്കുമ്പോഴേ അത് ദേവസ്വം പ്രസിഡന്റിന്റെ കുടുംബത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് യാതൊരു നടപടികളില്ല, ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോ ഞാൻ മറുപടി പറയാൻ പോണോ? ഇതിന്റെയൊക്കെ ആദ്യം തുടക്കം അവിടെ നിന്നാണെന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞില്ലേ? പീഠത്തിന്റെ കാര്യം വന്നപ്പോ ആരാ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പൊ വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഔചിത്യത്തിന്റെ പ്രശ്നമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് അത് സ്വർണം പൂശാൻ പറ്റുന്ന സാധനമല്ല. അത് വെറുതെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവസ്ഥ ആദ്യം പറഞ്ഞു അത് സ്വർണ്ണദണ്ഡാണെന്ന് പറഞ്ഞു, അത് അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഒരു മാന്യദേഹം എന്റെ വീട്ടിൽ വന്നപ്പോ സ്വർണ്ണദണ്ഡ് ഞാൻ വീട്ടിനകത്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തു എന്ന് വരെ പ്രസംഗിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ആവക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. കോടതി തീരുമാനിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എ പത്മകുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പത്മകുമാർ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായും എന്നാൽ ചില സൂചനകൾ വെച്ചുകൊണ്ടും സംസാരിക്കുകയാണ്. തന്നെ മാത്രം ഒറ്റപ്പെടുത്തി പോകാമെന്ന് ആരും കരുതേണ്ടതില്ല. മാധ്യമങ്ങളാണ് ശ്രമിക്കുന്നു പറയുമ്പോഴും പത്മകുമാർ ലക്ഷ്യമിടുന്നത് മാധ്യമങ്ങളെ മാത്രമല്ല എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. 2019 ഭരണസമിതിക്കാണ് എല്ലാ ഉത്തരവാദിത്വവും എന്ന തരത്തിലേക്ക് വ്യാഖ്യാനമുണ്ടാക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് തൻ്റെ തലയിൽ, ശബരിമലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തൻ്റെ തലയിൽ തന്നെ അതിന് മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള നീക്കം അംഗീകരിക്കില്ല, അതിനെതിരെ താൻ ശക്തനായി മുന്നോട്ട് വരുമെന്ന് പറയുമ്പോൾ കൃത്യമായ ചില സൂചനകൾ കൂടി പത്മകുമാർ പങ്കുവയ്ക്കുന്നുണ്ട്. ആരെയാണ് പത്മകുമാർ ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യം കൂടിയാണ്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്, അന്വേഷണം നിർണായകമാണ്. അന്നത്തെ ഭരണസമിതി അംഗങ്ങൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അന്ന് പരസ്യമായതാണ്. എ പത്മകുമാർ, ഒപ്പം രാഘവൻ CPM-ന്റെ പ്രതിനിധികളായി, ഒപ്പം ശങ്കർദാസ് CPI-യുടെ പ്രതിനിധിയായി, ഇങ്ങനെ 3 അംഗങ്ങളാണ് അന്ന് ആ ഭരണസമിതിയുടെ ഭാഗമായി അന്ന് പ്രവർത്തിച്ചത്. സ്വാഭാവികമായും ഈ നീക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയരുന്നത് അന്നത്തെ ഭരണസമിതിയിലേക്ക് കൂടി എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഉയരുകയാണ്.